ബ്രൂവറിയിൽ ഇടതുമുന്നണിയിൽ എതിർപ്പ് രൂക്ഷമാകുമ്പോഴും LDF യോഗം വിളിക്കുന്നത് അനിശ്ചിതമായി നീളുന്നു. ഉടൻ മുന്നണി യോഗം ചേരണമെന്ന ആവശ്യം CPI ശക്തമാക്കിയേക്കും. ഏകപക്ഷീയ തീരുമാനങ്ങളിൽ അതൃപ്തി അറിയിക്കാൻ JDS-ഉം RJD-യും രംഗത്തുണ്ട്. ഒരുങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, ഈ കാര്യത്തിൽ ബ്രൂവറിയുടെ വിഷയത്തിൽ ഇപ്പോൾ CPI അതേപോലെ തന്നെ RJD, JDS എന്നീ കക്ഷികളാണ് പ്രധാനമായും എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. മാണി വിഭാഗത്തിൻ്റെ പ്രതികരണമൊന്നും ഇതുവരെയും കണ്ടില്ല. അവരുടെ അഭിപ്രായം എന്താണെന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും LDF യോഗം ചേരുന്നത് തന്നെ നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തർക്കങ്ങൾ കാരണം തന്നെയാണോ ഈ മുന്നണി യോഗം ചേരാതിരിക്കുന്നത്? പ്രജിത്ത്, ഈ ബ്രൂവറി ബന്ധപ്പെട്ട വിവാദങ്ങൾ സജീവമായതിനു ശേഷം LDF യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നീക്കങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. അനിശ്ചിതമായി നീളുകയാണ് അത്തരം ചർച്ചകളും ആലോചനകളും ഒക്കെ. പ്രത്യേകിച്ച് ബ്രൂവറി വിഷയത്തിൽ ബ്രൂവറി വേണ്ട എന്നൊരു നിലപാടിലേക്ക് CPI പോയിരിക്കുന്നു. JDS ആകട്ടെ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കാത്തത് അനുചിതമായി പോയി എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. RJD കുറച്ചുകൂടി കടന്ന് ഈ ബ്രൂവറി വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനായി യോഗം വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുമുന്നണി കൺവീനറിനെ അടക്കം രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ നയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും അറിയാത്ത ഒരാളല്ല നിലവിലത്തെ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള വിമർശനങ്ങൾ RJDയുടെ ഭാഗത്ത് നിന്ന് പരസ്യമായി തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മുന്നണിയിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വലിയൊരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവിധ ഘടകകക്ഷികളുടെ ഇതിനു മുൻപ് പലപ്പോഴും സർക്കാരിൻ്റെയും മന്ത്രിസഭയുടെയും ഒക്കെ തീരുമാനങ്ങളെയോ നയങ്ങളെയോ അങ്ങനെ എതിർക്കാതെയും പ്രതികരിക്കാതെയും അതിനെതിരെ പ്രതികരിക്കാതെയും നിന്നിട്ടുള്ള നേതാക്കളും പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള ഘടകകക്ഷികൾ ഇപ്പോൾ സജീവമായി ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇടതുമുന്നണിയിലുള്ള അസ്വാരസ്യങ്ങളുടെ ഒരു തുടർച്ച എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചൊരു ബ്രൂവറി മാത്രമല്ല, അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സർക്കാർ തീരുമാനങ്ങളിൽ നിന്നെല്ലാം മന്ത്രിസഭാ തീരുമാനങ്ങളിൽ നിന്നെല്ലാം ഈ വിഷയങ്ങൾ ഘടകകക്ഷികളുടെ നേതൃത്വവുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാത്തതിൽ വലിയ അതൃപ്തി മുന്നണിയിലുണ്ട്. ആ അതൃപ്തി തന്നെയാണ് ഇപ്പോൾ ബ്രൂവറി വിവാദത്തിലും കൂടുതൽ സജീവമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഉടൻ LDF യോഗം വിളിക്കാൻ CPI ആവശ്യപ്പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് RJD അടക്കമുള്ളവരും JDS-ഉം ഈ വിഷയം ഇടതുമുന്നണി കൺവീനറുടെ മുന്നിലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുന്നിലും വെക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും വിഷയം ചർച്ചയാകും. ഞായറാഴ്ചയാണ് RJDയുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുക. ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ അന്ന് തന്നെ LDF കൺവീനറെ RJD നേതാക്കൾ നേരിട്ട് കാണാനും ഇത്തരത്തിലൊരു യോഗം വിളിക്കാനും LDF യോഗം ഉടൻ ചേരണമെന്ന് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഘടകകക്ഷികളെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് LDF യോഗം ചേരാതെ എങ്ങനെയാണ് ഈ ഘടകകക്ഷികളെയൊക്കെ വിശ്വാസത്തിലെടുക്കുക, ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഘടകകക്ഷികളുടെയൊക്കെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയ സമയത്ത് മന്ത്രി MB രാജേഷ് പറഞ്ഞത് ഘടകകക്ഷികളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ളതാണ്. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിലപാടുകൾ കേൾക്കാനുള്ള ഒരു അവസരം പോലും ഇത്തരം തീരുമാനങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിഷയം ഇടതുമുന്നണിയിൽ സജീവ ചർച്ചയാകും. ഇത് മാത്രമല്ല, നേരത്തെ എടുത്ത പല തീരുമാനങ്ങളും ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള പല തീരുമാനങ്ങളും ഇത്തരം ചർച്ചകൾക്ക് LDF യോഗത്തിൽ വഴിവെക്കും. എന്തായാലും ബ്രൂവറിയുമായി ബന്ധപ്പെട്ട സജീവമായി നിലനിൽക്കുന്ന വിഷയം മറ്റ് വകുപ്പുകളുമായി അടക്കമുള്ള ആലോചനകൾ ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം വരുന്ന LDF യോഗത്തിൽ ചർച്ചയാകും. പക്ഷേ അപ്പോഴും LDF യോഗം എന്ന് ചേരുമെന്ന ചോദ്യം മാത്രം ഇങ്ങനെ ബാക്കിയായി നിൽക്കുന്നു. വിനോദ്, അതെ, LDF യോഗം എന്ന് ചേരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഈ തർക്കങ്ങൾ തന്നെയാണ്, ബ്രൂവറിയിലുള്ള തർക്കങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കി വെക്കേണ്ടതുണ്ട് CPM-ന്. അതേസമയം കടുത്ത എതിർപ്പിൽ തന്നെയാണ് CPI ഉള്ളത്. അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു, CPM-നും അറിയാം. അതെ, അപ്പോൾ ഈ കമന്റ് ബോക്സുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞേക്കുന്നത് ഗണേശനെ തൊട്ട് തുടങ്ങിയാൽ മതി. അങ്ങനെയാണല്ലോ, ഗണപതിയെ തൊട്ടാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ആ പേരെങ്ങനെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് പറയാം. നമുക്ക് ഒരു ഇടവേള കഴിഞ്ഞ് മടങ്ങി വരാം.